നമസ്കാരം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ പര്യത്ത് കാവിലെ ഉന്നതി എന്ന് പറയുന്ന പുറമ്പോക്ക് ഭൂമിയിലെ 8 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി നിയമയുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു പര്യത്ത് കാവിലെ ഉന്നതിയിലുള്ള 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ ഒരു കാരണവശാലും തങ്ങൾ കാലാകാലങ്ങളായി പരമ്പരയായി വസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പര്യത്ത് കാവിലെ ദളിത് കുടുംബങ്ങളും വാശിയോടുകൂടി തന്നെ നിലവിൽ നിന്നു. അതായത് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങില്ല, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും അവർ അച്ഛനപ്പന്മാരുടെ കാലമായി അവിടെ കുടിയേറി പാർക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഭൂവുടമകൾ പറയുന്നത് ഇത് അവരുടെ ഭൂമിയാണ്, അവിടെ ഇവരെ ഈ 9 ദളിത് കുടുംബങ്ങൾ കുടിയേറി പാർത്തതാണ്, അതുകൊണ്ട് അവരെ കുടിയിറക്കി വിടണം എന്നുള്ള കോടതി ഉത്തരവുമായാണ് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് നടപടികൾ ഉണ്ടായി, ആ സമയത്ത് പിടിവലിയൊക്കെ ഉണ്ടായി. പിന്നീട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എല്ലാം ഇടപെട്ട് പോലീസ് നടപടികൾ നിർത്തിവെച്ചു. സർക്കാർ ഒരു സാവകാശം ചോദിച്ചതിനാൽ അഭിഭാഷക കമ്മീഷൻ അപ്പോൾ മടങ്ങുകയായിരുന്നു. എന്നാൽ പെരുമ്പാവൂർ മുനിസിഫ് കോടതി ഈ വരുന്ന 9-ാം തീയതിക്ക് മുൻപായി തന്നെ അവിടെ താമസിക്കുന്ന പര്യത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന 8 ദളിത് കുടുംബങ്ങളെയും കുടിയിറക്കിക്കൊണ്ട് അഭിഭാഷക കമ്മീഷൻ്റെ അടുത്ത് നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ആ ഉത്തരവിനെതിരെ സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി പോവുകയും ഉത്തരവ് തൽക്കാലത്തേക്ക് നടപ്പാക്കാൻ പാടില്ല, കുറച്ച് സാവകാശം ആവശ്യമാണ്, പര്യത്തുകാവിൽ താമസിക്കുന്ന ദളിത് കുടുംബങ്ങളെ അവിടെ അവരുടെ താല്പര്യപ്രകാരം അവരുടെ താല്പര്യം കൂടി മാനിച്ചുകൊണ്ട് അവരെ മറ്റെവിടെയെങ്കിലും സ്ഥലം വാങ്ങി സ്പോൺസർഷിപ്പിൽ വീട് വച്ച് നൽകി അവരുടെ പുനരധിവാസ പാക്കേജുകൾ ആലോചിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി കുറച്ച് സമയം അനുവദിക്കണം എന്ന് തന്നെയായിരുന്നു സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞത്. സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ വരുന്ന 16-ാം തീയതി വരെ ഒരു സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അതിനപ്പുറത്തേക്ക് സമയം നീട്ടി നൽകില്ല. 16-ാം തീയതിക്ക് അകം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ രമ്യമായ പരിഹാരം കണ്ടെത്തിയിരിക്കണം. ഒന്നുകിൽ ഇവരെ ഒഴിപ്പിച്ച് ആ സ്ഥലം ഉടമയ്ക്ക് കോടതി നിർദ്ദേശപ്രകാരം കോടതി ഉത്തരവ് നടപ്പാക്കണം, അഭിഭാഷക കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പര്യത്തുകാവിലെ ദളിത് കുടുംബങ്ങളുമായി കൂടിയാലോചിച്ച് ന്യായമായ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സർക്കാരിനെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. എന്നാൽ പര്യത്തുകാവിലെ ദളിത് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത് പരമ്പരാഗതമായി ഇവിടെ അധിവസിച്ചു വരുന്ന തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ സ്ഥല ഉടമ പറയുന്നത് തീർച്ചയായും തങ്ങളുടെ ഭൂമിയിൽ ഇവർ കുടിയേറി പാർക്കുന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ 19 ഏക്കർ ഭൂമി അളക്കണം, രണ്ടാമത് റീസർവേ നടത്തി കഴിയുകയാണെങ്കിൽ അവിടെ പുറമ്പോക്ക് ഭൂമി എത്രയാണെന്ന് അറിയാൻ പറ്റും. ആ പുറമ്പോക്ക് ഭൂമിയിലാണ് തങ്ങൾ താമസിക്കുന്നത് എന്ന വാദമാണ് ദളിത് കുടുംബങ്ങൾക്കുമുള്ളത്. 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ ഈ ദളിത് കുടുംബങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുടിയിറക്കൽ ഭീഷണിയിൽ യാതൊരു തരത്തിലുള്ള നിയമസഹായവും നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഭിഭാഷക കമ്മീഷണർ ഇവിടെ വന്നു, അവരെ കുടിയിറപ്പിക്കും എന്നുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ CPM-ൻ്റെ മുൻ മന്ത്രിയായ നിയമമന്ത്രിയായ രാജീവ് അടക്കം കിഴക്കമ്പലം MLA ആയ ശ്രീനിധൻ അടക്കം എത്തിക്കുകയും ഉന്നതിയിൽ വന്നുകൊണ്ട് ഒരു കാരണവശാലും ഈ ദളിത് കുടുംബാംഗങ്ങളെ കുടിയിറക്കുവാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, സർക്കാരിൻ്റെ ഈ നരാധമമായിട്ടുള്ള പ്രവൃത്തിക്ക് ഞങ്ങൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല, കിരതാവാഴ്ച ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ ഈ കുടുംബങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു, അവർക്കെതിരെ നിയമ നടപടികളുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ ഭൂമി അളക്കുന്നതിന് വേണ്ടി നിയമമന്ത്രി രാജീവിന് യാതൊരു തരത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാജീവ് പറയുന്നു റീസർവേ നടത്തണം, ഭൂമി അളക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇത് സാധിക്കാതെ പോയത്? അല്ലെങ്കിൽ 5 വർഷം നിയമമന്ത്രിയായിരുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ 5 വർഷം നിയമമന്ത്രിയായിരുന്ന രാജീവിന് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? ഈ കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലം തന്നെയാണ് മുൻ നിയമമന്ത്രിയായ രാജീവിൻ്റെ കളമശ്ശേരി മണ്ഡലം. അത്ര തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പരിസരത്ത് നടന്ന ഒരു സംഭവത്തിൽ പോലും മുൻ മന്ത്രി എന്ന രീതിയിൽ രാജീവിന് ഇടപെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉന്നതിയിൽ നിന്ന് പര്യത്തുകാവിൽ നിന്ന് ഈ 9 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ നാടകം പ്രഹസനം തന്നെയാണ് എന്നുള്ളതാണ് പര്യത്തുകാവ് നിവാസികളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഭൂമിയില്ലാത്തവർക്ക് ഒരു കാരണവശാലും അവർക്ക് കിടപ്പാടം നഷ്ടമാകാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അവരുടെ
താല്പര്യപ്രകാരം അവർക്ക് ന്യായമായ ഒരു പദ്ധതി, അതായത് പുനരധിവാസ പദ്ധതി, അവർ അധിവസിക്കുന്ന ഭൂമിയിൽ അവർക്ക് വീണ്ടും തുടർന്ന് താമസിക്കാൻ സൗകര്യം ഒരുങ്ങുമെങ്കിൽ, നിയമം അത് അനുവദിക്കുമെങ്കിൽ അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അവിടെയാണ് സർക്കാരിൻ്റെ പുറമ്പോക്കിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ അവിടെ താമസിക്കുവാനുള്ള സൗകര്യം ഏർപ്പാടാക്കണം. അല്ലെങ്കിൽ കോടതി ഉത്തരവ് ഒരു കാരണവശാലും കോടതിയെ ലംഘിക്കുന്ന തരത്തിൽ, കോടതിയെ നിഷേധിക്കുന്ന തരത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ അവിടെ താമസിക്കുന്ന ആളുകളുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി അവർക്ക് കൂടി അനുയോജ്യമായ ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ ഉണ്ടാക്കും. അതിനുവേണ്ടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ റോജി എം. ജോൺ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉന്നതി നിവാസികളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാളെ വീണ്ടും കളക്ട്രേറ്റിൽ അവരൊരുമിച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടാകട്ടെ. ഈ 16-ാം തീയതിക്കകം തന്നെ അഭിഭാഷക കമ്മീഷൻ വീണ്ടും അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഉന്നതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്യമായൊരു തീരുമാനമുണ്ടാകട്ടെ, ആശ്വാസമുണ്ടാകട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.